Very good morning, dear children. So we are moving on to our fourth class, 7th chapter, Analysis and Interpretation of Data. In last chapter, we have seen about how we can edit or how we can do coding, etc. from the collection of data. ഒരു ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷമാണ് അതെങ്ങനെ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് കോഡിങ് ചെയ്യാനായിട്ട് സാധിക്കും, അതേപോലെ ഏതൊക്കെ തരത്തിലാണ് ടാബുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അത് വെറും ഒരു ചെറിയ ഒരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് ഈ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ UG പ്രൊജക്റ്റിൻ്റെ സമയത്ത്, ഓക്കെ, UG കുട്ടികളുടെ 6th സെമ്മിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ സമയത്ത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ക്വസ്റ്റ്യനാറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് ടാബുലേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലേക്ക് പോകുന്നു. Okay, so that is what we are going to learn over here. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടിയും നിങ്ങളുടെ സ്റ്റഡി, അപ്പം നിങ്ങൾ അന്ന് നടത്തിയ സ്റ്റഡിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ചെറിയ ഒരു ഡാറ്റ എടുത്തിട്ടല്ലേ നടത്തിയത്, ചെറിയൊരു സാമ്പിളല്ലേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒത്തിരിയും കൂടിയും നന്നായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ഈ റിസർച്ച് മെത്തഡോളജിയിലുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ പുതിയ ഒരു നല്ല ഒരു ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്, നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റേതായ എല്ലാ ടേംസും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ വിൽ എൻറ്റർ ടു ടുഡേയ്സ് ടോപ്പിക്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഈ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, അനാലിസിസ് ഓഫ് ഡാറ്റ മീൻസ് സ്റ്റഡിയിങ് ദ ടാബുലേറ്റഡ് മെറ്റീരിയൽ ടു ഡിറ്റർമൈൻ ഇൻഹെറൻറ്റ് ഫാക്ട്സ്. നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിന് ടാബുലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് നോക്കി ഒന്നും കൂടി ടാബുലർ കോളത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും ഈസിയറാണ്. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള ഡാറ്റാസ് മുഴുവൻ നമ്മൾ മാറ്റി ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ടാബുലേറ്റഡ് ഫോമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ടാബുലേറ്റഡ് ഫോമിലുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നന്നായിട്ട് നോക്കാം. അതിന് നമുക്ക് കിട്ടുന്ന മീനിങ്ഫുൾ ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ഡാറ്റ അനാലിസിസ്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള അനാലിസിസിൽ നമ്മുടെ ഫൈൻഡിങ്സ് ഇതായിരുന്നു, ഇത്ര പേര് ഇന്ന രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ that is what I have written in the first line, studying the tabulated material to determine the inherent facts. That is, what are the facts that has been hidden, that is found out എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസിലൂടെ. Okay, and the data analysis is divided into two main things, that is qualitative and quantitative. Qualitative എന്ന് പറയുമ്പോൾ തന്നെ it describes certain type of information. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേര് ചോദിക്കണം, അയാളുടെ എഡ്യൂക്കേഷൻ, അയാളുടെ റിലീജിയൻ, അയാളുടെ ഏജ്. ഓക്കെ, സോ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ്, ദറ്റ് ഈസ് യു ആർ സീക്കിംഗ് റിലേറ്റിംഗ് സം ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് certain type of information. Quantitative എന്ന് പറയുമ്പോൾ items described in terms of quantity. That is, what information you are giving is, that is termed in quantity. For example, a person's age, name, age, height and weight. So everything are measurable. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വെയ്റ്റും അത് കമ്പയർ ചെയ്യുന്നുണ്ട്, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പുറകെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കമ്പാരിസണിന് പറയുന്ന പേര് എന്താണ്, എങ്ങനെയൊക്കെയാണെന്ന് അത് ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂറ്റിയിൽ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത്
if we can, if it is termed in measurable quantity, it is known as quantitative data. അപ്പോൾ രണ്ട് തരത്തിലാണ്, ഒന്ന് ക്വാളിറ്റേറ്റീവും മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവും. ഓക്കെ, ഇപ്പോൾ ഡാറ്റ അനാലിസിസ് എന്തിനുള്ളതാണ്? ദാറ്റ് ഈസ് ടാബുലേറ്റഡ് ഫോം. ഒന്നും കൂടിയും നമ്മൾ ഡീപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് സം ഫാക്ട്സ് ഫ്രം ഇറ്റ്. ഓക്കെ, ആ ഫാക്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന അനാലിസിസിനെയാണ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവും. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ സർട്ടൺ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഈസ് ടേംഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മെഷറബിൾ ടേംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിനെ കുറിച്ചിട്ട് ചെറിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ്പേർട്ട് ഓർ ഒബ്സർവ്സ്, എക്സാമിൻ ദ ഡാറ്റ, interpret it via forming a notion and report their notion in a structured and sometimes quantitative form. The purpose of qualitative inquiry is to produce findings. The data collection process is not an end in itself. ഈ ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കരുത് എല്ലാം അവസാനിച്ചു എന്നുള്ളത്. കാരണം അവിടെ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തുടങ്ങണത്. ഓക്കെ, റിയലി ദ സ്റ്റോറി ബിഗിൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ഡാറ്റ കളക്ഷൻ, ആഫ്റ്റർ ഡാറ്റ കളക്ഷൻ. സോ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ ഈ കോഡിങ്ങും ഈ ടാബുലേഷനൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ കുറേ ഫാക്ട്സുകൾ കണ്ടെത്തുന്നത്. ഓക്കെ, the ending activities of qualitative data analysis are analysis, interpretation and presentation of findings. അപ്പോൾ ഒരു ശരിക്കും ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അനലൈസ് ചെയ്യുന്നത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതിൽ നിന്ന് കണ്ടെത്തിയ ഫൈൻഡിങ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. Massive amount of data is collected. To make sense of these massive amounts of data, it should be reduced to small volume of information and identify significant patterns and construct a framework for communicating the essence of what the data reveal. Say for example, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അവരുടെ കമ്പനിയുടെ ആനുവൽ മാഗസിനിൽ അവരുടെ ആനുവൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ അതിൽ റൈറ്റ് ഫോർ ദ പാസ്റ്റ് 5 years അവരുടെ സെയിൽസിൻ്റെ ഡാറ്റാസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുക. അപ്പം നമുക്ക് ഓരോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലും ദാറ്റ് ഈസ് എന്താ പറയുക ബാർ ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ഇയറിലും ഓക്കെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിൻ്റെ കണ്ടീഷൻ എന്നുള്ളത്, whether it is going to heights or whether it is having ups and downs or whether it is going steeply down എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എങ്ങനെയാണ് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷത്തെ സെയിൽസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഗ്രസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ. ഇത് സിംപ്ലി ആ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും, നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പുറകെ ദാറ്റ് ഈസ് ആ ഗ്രാഫിന് പുറകെ നമ്മൾ എത്ര വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു, അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ ചിലവ് കാര്യങ്ങൾ അതൊക്കെ സെയിൽ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റാണ് കിട്ടിയത്, എത്രത്തോളം എക്സ്പെൻസസ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് കവർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. എത്ര വിൽക്കപ്പെടാതെ പോയിട്ടുള്ള സ്റ്റോക്ക് എത്ര ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഡാമേജ്ഡ് എത്ര വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ആൾക്കാരത് മേടിക്കുന്നില്ല എന്ന് പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൺലി ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു എ ഡ്രോയിങ്. So when you see the picture, you can identify the growth of the organization or whether it is going to the loss എന്നുള്ളത് നമുക്കൊരു ഗ്രാഫിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് പുറമേ അതിന് മുമ്പുള്ള മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ ഈസ് കളക്റ്റഡ്, അതൊരാൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി
analyzed, it should be interpreted, and the findings should be presented to the viewers എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഈ ഡാറ്റ അനാലിസിസിനെ സീഡൽ മോഡൽ എന്ന് നമ്മൾ പറയാറുണ്ട്. 1998 സീഡൽ എന്ന് പറയുന്ന വ്യക്തി ഡെവലപ്ഡ് a useful model to explain the basic process of qualitative data analysis. Qualitative data analysisനെ നമ്മൾ ഒരു ത്രീ ബേസിക് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് സീഡൽ മോഡൽ എന്ന് പറയുന്നത്. സീഡൽ മോഡലിൽ പറയുന്നത് 3 കാര്യങ്ങളാണ്: നോട്ടീസിങ്, കളക്റ്റിംഗ് ആൻഡ് തിങ്കിങ്. അങ്ങനെ പറയുന്ന 3 കാര്യങ്ങളാണ്: നോട്ടീസിങ്, കളക്റ്റിംഗ് ആൻഡ് തിങ്കിങ്. നോട്ടീസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമുക്കൊരു കാര്യം ആവശ്യമാണ്, ഓക്കെ, അപ്പം നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ തലയിലുള്ളതെങ്കിൽ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവസാനിക്കില്ല, നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു അസുഖമുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് എ ഗുഡ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഒരു നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്. So you will start noticing it while you are traveling, or when you go through the newspaper, or when you go through the magazine. Sometimes it may be noticed എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യും. പിന്നെ നമ്മൾ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്യും. അത് കഴിയുമ്പോൾ അവിടെയുള്ള എന്താ പറയുക, സ്പെസിഫൈഡ് ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. ഹു ഈസ് ഗുഡ്, ഹു ഈസ് ബെറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ ഏതൊരു കാര്യമായാലും നോട്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് ഈസ് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നോട്ടീസ് ചെയ്യുക. നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ തുടങ്ങും. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, തിങ്ക് ചെയ്തിട്ട് ആൻഡ് വിൽ സ്റ്റാർട്ട് അവർ പ്രോസസ്സിങ് എന്നുള്ളതാണ്. സോ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന് കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ അനാലിസിസ്, സെക്കൻഡ് വൺ ഇറ്റ്സ് കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ്, ആൻഡ് തേർഡ് വൺ ഇസ് ക്ലാസിക്കൽ കോണ്ടൻറ്റ് അനാലിസിസ്. So we'll see what it is. So what information we get, we'll use to compare it. അതാണ് കമ്പാരിസണിൽ പറയുന്നത്. കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് അനാലിസിസ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ദാറ്റ് ഈസ് ഓതേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കോഡിംഗ് എന്ന് പറയുന്നത് വെൻ റെഫറിങ് ടു ദിസ് ടൈപ്പ് ഓഫ് അനാലിസിസ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഈ അനാലിസിസിന്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ അനാലിസിസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ടു പെർഫോം എ കോൺസ്റ്റൻറ്റ് comparison analysis, the researcher first reads through the entire set of data. After doing so, the researcher breaks the data into smaller meaningful parts. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസിലൂടെയും ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തൊക്കെ ഡാറ്റാസാണ്, എങ്ങനെയൊക്കെയാണ് അത് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ഏതിനൊക്കെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്യണം, ചില കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം. Okay, so we'll do all those things. Then the researcher labels each portion with a descriptive title or a code. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോഡ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. The researcher takes pain to compare each new portion of data with previous codes, so similar chunks will be labeled with the same code. After all the data have been coded, the codes are grouped by similarity and a theme is identified and documented based on each grouping. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിതിന് കൃത്യമായിട്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്,
ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ഓരോ ഗ്രൂപ്പിനും ഒരു കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പുതിയ ഡാറ്റാസ് വരുന്നതനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പഴയ ഡാറ്റ പുതിയ ഡാറ്റ കമ്പയർ ചെയ്ത് ഓരോ ചങ്ക്സ് ആയിട്ട് നമ്മളതിനെ ഫോം ചെയ്യുന്ന രീതിയിലാണ് കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ അനാലിസിസ് എന്ന് പറയുന്നത്. According to Merriam, one way of using the codes is to go back out into the field and undertake member checking with the participants by asking if the themes, arguments, or assertions developed from the codes are accurately describing the statements leading to descriptive validity. അപ്പോൾ മെറിയം പറയുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞ് കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട് ഓഫ് ദ ഫീൽഡ്സ് നമ്മൾ പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചറിയുക വെദർ ഇറ്റ് ഈസ് അപ് ടു അവർ അനാലിസിസ് എന്നുള്ളത്. ഓക്കെ, സോ ഇതൊരു അനദർ വേർഷനാണ്. അപ്പോൾ ഒന്നും കൂടിയും നമുക്ക് അതിൻ്റെ ആക്യുറസിയിലേക്ക് എത്താനായിട്ട് സാധിക്കും മെറിയം പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നോർമലി കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ മുഴുവൻ ജസ്റ്റ് വി ആർ ഗോയിങ് ത്രൂ ഇറ്റ് ആൻഡ് ദെൻ വി ആർ സ്പ്ലിറ്റിംഗ്, വി ആർ ഗ്രൂപ്പിംഗ്, വി ആർ സെപ്പറേറ്റിംഗ്, ഇതൊക്കെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും ഓരോ ഹെഡിലും നമ്മൾ വരുത്തുന്നുണ്ട്, ഓരോ ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിന് നമ്മൾ ചങ്ക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് വെൻ വി ഗെറ്റ് ദി ന്യൂ ഡാറ്റാസ് വി ആർ കമ്പയറിങ് ഇറ്റ് വിത്ത് ദ ഓൾഡ് ചങ്ക്സ് ആൻഡ് ദെൻ വി ആർ ഫോമിങ് ദ ന്യൂ തിങ്. ഒരു പുതിയ പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മെറിയം പറയുന്നത് എന്താണ്, അതിൽ നമ്മൾ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് വി ആർ ഗോയിങ് ഔട്ട് ആൻഡ് വെദർ ആസ്കിങ് അബൌട്ട് ദി അതേഴ്സ്, ഡയറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചറിയാണ് വാട്ട് ഇൻഫർമേഷൻസ് വി ഗെറ്റ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് വെദർ ഇറ്റ് ഈസ് റൈറ്റ് അപ് ടു അവർ സ്റ്റഡി എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് ആണ്. കീവേഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് മെത്തേഡ് റിവീൽസ് how respondents use words in context by comparing that appear before and after. So how it is performed before and how it is performing after using it എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ നമുക്ക് എന്തറിയാനായിട്ട് പറ്റുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബിഫോറിനും ആഫ്റ്ററിനും നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. ഓക്കെ, this type of analysis identifies how one uses the words in a context. To perform keywords in context analysis, the researcher reads through the data and identify keywords, namely words that are used either frequently or in an unusual manner. So, നമ്മൾ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന വേർഡ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് COVID-19, കൊറോണ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഒരു വാക്ക് നമ്മൾ കണ്ടെത്തി, പലരും അവരുടെ സ്പീച്ചിലോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ദേ വർ യൂസിങ് ദ വേർഡ് പാൻഡമിക് അല്ലേ. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഏതിനെയാണ്, നമ്മൾ ഈ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിനെയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വൈറൽ ഡിസീസസിനെയും കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ പാൻഡമിക്, അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പേരുകളെല്ലാം കൊറോണ, COVID-19, നോവൽ കോവിഡ്, നോവൽ കൊറോണ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ദ ന്യൂ തിങ്സ് ആണ്. സോ വെൻ ദ മോസ്റ്റ് കീവേഡ്സ് ആർ യൂസ്ഡ്, അപ്പോൾ നമ്മളൊരു ഡാറ്റയിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്നുള്ളത് ദാറ്റ് ഹാസ് ബീൻ സെലക്റ്റഡ് ഫ്രം ദാറ്റ്, അതാണ് അതിലത്തെ കീവേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, there can be difficulty in deciding what keyword is to be used in KWIC analysis. What is KWIC analysis? Keyword in context എന്ന് പറയുന്ന അനാലിസിസ് ആണ്. Keyword should be chosen through previous research or theory or through frequency of use throughout a data set. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡാറ്റാ സെറ്റിലെ കഴിഞ്ഞ പാസ്റ്റ് റെക്കോർഡ്സൊക്കെ നോക്കുന്ന സമയത്ത് ഏത് കീവേഡാണോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്, സോ ദാറ്റ് ഈസ് നോൺ ആസ് കീവേഡ് ടു ഐഡൻറ്റിഫൈ ദ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത്
classical content analysis. Classical content analysis എന്ന് പറയുന്നത് is similar to regular comparison analysis and also is used frequently in qualitative research. അപ്പോൾ നമ്മുടെ കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ അനാലിസിസിനോടൊപ്പം തന്നെ ചേർന്ന് പോകുന്നതാണ് ക്ലാസിക്കൽ കോണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് തീംസ്, the researcher counts the number of items each code is utilized. ഓരോ പ്രാവശ്യം ഏത് കോഡാണ് യൂട്ടിലൈസ് ചെയ്ത് അതിനെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. തീം ചെയ്യാണ്ട് നമ്പർ ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലാസിക്കൽ കോണ്ടൻറ്റ് അനാലിസിസിൽ പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അനാലിസിസ് ഈസ് ഹെൽപ്ഫുൾ ടു യൂസ് വെൻ ദർ ആർ മെനി കോഡ്സ്. നമുക്ക് ഇഷ്ടംപോലെ കോഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിപ്പീറ്റേഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസിക്കൽ കോണ്ടൻറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. It can identify which codes are used most and which might be the most important concepts for the respondents. അപ്പോൾ റെസ്പോണ്ടൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ കോണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്. സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഡാറ്റ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ CAQDAS എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ വേർഷൻ 7.0 NVO ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ പ്രസൻറ്റിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ ഡാറ്റ എന്നുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ഓഫ് പ്രസൻറ്റിംഗ് ആൻഡ് interpreting numerical data. Quantitative analysis can be classified into two: descriptive and inferential analysis. ഓക്കെ, രണ്ട് ഇതായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും അതേപോലെ തന്നെ ഇൻഫറൻഷ്യൽ അനാലിസിസും. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ പറയാനുള്ളത് എന്നുള്ളത് നോക്കാം. നമുക്ക് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആൻഡ് ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ഡിവൈഡഡ് ഇൻറ്റു ടു: ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ ഒരു 6 മെത്തേഡ്സ് നമുക്ക് വരുന്നുണ്ട്. അൺഡൈമെൻഷണൽ, ബൈവേരിയേറ്റ്, മൾട്ടിവേരിയേറ്റ്, ഫാക്ടർ അനാലിസിസ്, canonical analysis and other methods. That is, നമ്മൾ ഒരു കാര്യം ഒരു ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഒരു ഒരെണ്ണത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് അല്ല. അതല്ലാന്നുണ്ടെങ്കിൽ പല വേരിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ പേരുകളാണ് നമ്മൾ അതിൽ പറയുന്നത്. ഇൻഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദി ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മുടെ ഒരു നോട്ടത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയിൽ ചിലപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിൽ നമ്മളെത്തും. ദിസ് ഹാപ്പൻസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് എന്നുള്ള ഒരു റീസൺ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയേക്കാം. പക്ഷേ വെൻ യു ഗോ ഡീപ്പർ ഇൻ ടു യുവർ സ്റ്റഡി, വെൻ യു അനലൈസ് ഇറ്റ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, sometimes or we can see to what extent you are true or what extent you are false എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് മെയിനായിട്ട് നമുക്ക് ഇൻഫറൻഷ്യൽ അനാലിസിസിലൂടെ പറയുന്നത്. ഓക്കെ, സോ വിൽ സീ ദ ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയബിൾസ്. വേരിയബിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. It describes the nature of the object or phenomenon under study. In descriptive analysis, we try to work out various measures that illustrate the size, the shape of distribution. അപ്പോൾ ഇത് എത്രത്തോളം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വേരിയബിൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ പറയുന്നത്. ഓക്കെ,
and we'll see the types, methods എന്ന് പറയുന്നതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് undimensional analysis ആണ്, മറ്റൊന്ന് bivariate analysis ആണ്, and third one എന്ന് പറയുന്നത് multivariate analysis ആണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് factor analysis, fifth one canonical analysis, and sixth one other methods. Okay, so descriptive undimensional എന്ന് പറയുന്നത് ഇതിലാകെ കൂടി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് there is only one variable. Okay, if the study is related with only one variable, it is called undimensional analysis. It includes average, dispersion, skewness, and kurtosis. The measures of dispersion includes range, the standard deviation, coefficient of variation. These measures are used to compare the relative wideness of spread of any two or more frequency variables. So main ആയിട്ട് ഇവിടെ the study relate ചെയ്യുന്നത് ഒരു സിംഗിൾ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ്. Okay, and we'll see the second one, bivariate analysis. Bivariate analysis എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം there are two variables x and y. നേരത്തെ നോക്കുകയാണെങ്കിൽ x മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ x and y എന്ന് പറയുന്ന two variables ആണ് നമുക്കിവിടെ വരുന്നത്. Correlation analysis, we'll see how it is correlated എന്നുള്ളതാണ്. Correlation analysis എന്ന് പറയുന്നത് is a mathematical tool which is used to describe the degree to which one variable is linearly related to each other. How far it is related to അതർ വേരിയബിൾ എന്നുള്ള ആ ഒരു എന്താ പറയുക ലീനിയർലി എത്രത്തോളം അത് റിലേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റഡീസ് ദ ജോയിൻറ്റ് വേരിയേഷൻ ഓഫ് ടു ഓർ മോർ വേരിയബിൾസ്. കോറിലേഷൻ മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. അതിലെ എം ടറ്റിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ആസ് എൻ അനാലിസിസ് ഓഫ് ദി കോ വേരിയേഷൻ ഓഫ് ടു or more variables, it is more related to social and business researchers. The measures of correlation is 0 if it indicates no correlation, and perfect correlation is indicated by a magnitude of 1. So when your ultimate result is 0, അവിടെ നമുക്ക് ഒരു റിലേഷനും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. When your result is 1, പെർഫെക്റ്റ് കോറിലേഷൻ ആണ് അവർ ആ രണ്ട് വേരിയബിളും തമ്മിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇതിലുള്ള സെക്കൻഡ് ടൈപ്പാണ് കാഷ്വൽ അനാലിസിസ് ഓർ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ കാഷ്വൽ അനാലിസിസ്, അതല്ലാന്നുണ്ടെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് +1 or -1 എന്നുള്ളതാണ്. Causal analysis is concerned with the study of how one or more variable affect changes in another variable. ഒരു വേരിയബിൾ കാരണം മറ്റൊരു വേരിയബിളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ when one teacher is related with the class. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ സ്കൂളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ വി അനലൈസ്, സേ ഫോർ എക്സാമ്പിൾ ഒരു 6th 7th 8th 3 ക്ലാസ്സുകളിലെയും ക്ലാസ് ടീച്ചറും ക്ലാസ് ടീച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെയും ഹൗ ഫാർ ദ റിലേഷൻ ഈസ് എന്നുള്ളത് നോക്കുകയാണ്. സോ ആ ക്ലാസ്സിലേക്ക് തന്നെ ഒരു 6th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് 2 or 3 സെക്ഷൻസ് ഉണ്ട്, ഡിവിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 3 ഡിവിഷൻസിലേക്ക് 3 ടീച്ചേഴ്സിനെ നമ്മൾ വിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ 2 ഡിവിഷൻസ് ഉണ്ട്, 2 ടീച്ചേഴ്സിനെ നമ്മൾ അവിടേക്ക് ക്ലാസ് ടീച്ചേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ക്ലാസ് ടീച്ചർ കാരണം ആ ഓരോ ക്ലാസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, whether it is good or bad, it is measured. So how far this variable brings changes in another variable and how far the changes are there എന്നുള്ള ഒരു സ്റ്റഡിയാണ് നമുക്കിതിൽ പറയുന്നത്. ഓക്കെ,
And then it is a statistical tool with the help of which we are in a position to estimate or predict the unknown values of one variable from known values of another variable. അപ്പോൾ അൺനോൺ വേരിയബിൾസിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നോൺ വേരിയബിൾസിൽ നിന്നാണ്. സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി ചേഞ്ചസ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു വേരിയബിൾ കാരണം മറ്റുള്ള വേരിയബിൾസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എത്രത്തോളം മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് റിഗ്രഷൻ അനാലിസിസിലൂടെ അല്ലെങ്കിൽ ഒരു കാഷ്വൽ അനാലിസിസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് അനാലിസിസ് ആണ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് വെൻ ഇറ്റ് ഈസ് മോർ ദാൻ 2. When the study is related with more than 2 variables, it is termed as multivariate analysis. Multivariate analysis may be defined as all statistical methods which simultaneously analyze more than 2 variables on a sample of observations. So, more than 2 variablesലാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ റിലേഷൻസും അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. Okay, so here again we are having 3 types: multiple regression analysis, multiple discriminant analysis and multivariate analysis എന്നുള്ള 3 കാര്യങ്ങളാണ് മൾട്ടിവേരിയേറ്റിൽ വരുന്നത്. മൂന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ മൾട്ടിപ്പിൾ റിഗ്രഷനിൽ വരുന്നത് it is suitable when the researcher has one dependent variable which is to be assumed as the function of 2 or more independent variables. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും മറ്റുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. സോ ആ രണ്ട് വേരിയബിൾസും തമ്മിലുള്ള എത്രത്തോളം ചേഞ്ചസ്, ദാറ്റ് ഹൗ ഫാർ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദീസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. ദ എയിം ഓഫ് ദിസ് അനാലിസിസ് ഇസ് ടു പ്രെഡിക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് കോവേരിയൻസ് വിത്ത് the all concerned independent variables. അപ്പോൾ നമുക്കുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിലെ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ്, എത്രത്തോളം കോവേരിയേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് ഇസ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ് ആണ്. Multiple discriminant analysis is adopted when the researcher has one dependent variable that cannot be measured. സോ ഇവിടെ നമുക്കുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കാത്തതാണ്. ബട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 or more groups on the basis of some attribute. പക്ഷേ ചില ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. The object of this analysis is to predict an entity's possibility of belonging to a particular group based on numerous predictable വേരിയബിൾസ്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ തിങ് എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനൻറ്റ് അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ആണ്. മൾട്ടിവേരിയേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ദിസ് അനാലിസിസ് ഇസ് മെയിൻലി യൂസ്ഡ് ബൈ ദി റിസർച്ചർ ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തസിസ് റിലേറ്റഡ് വിത്ത് ദ multivariate differences in group responses to experimental manipulations. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഇൻഫറൻഷ്യൽ പോലെ തന്നെയാണ്. സോ ഇതിൽ റിസർച്ചർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തസിസ് റിലേറ്റഡ് വിത്ത് ദ മൾട്ടിവേരിയേറ്റ് ഡിഫറൻസസ്. അപ്പോൾ ഓരോ ഗ്രൂപ്പെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. സോ അതിലെന്തെങ്കിലും മാറ്റം, അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്ത് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായിരിക്കുക എന്നുള്ള നമ്മളൊന്ന് ഫൈനലൈസേഷനിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദിസ് ഈസ് ട്രൂ, ദിസ് മച്ച് ഈസ് ട്രൂ എന്നുള്ള നമ്മളൊരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. സോ അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫാക്ടർ അനാലിസിസ് ആണ്. ഫാക്ടർ അനാലിസിസ് എന്ന് പറയുമ്പം ഇതും മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ടെക്നിക്ക് തന്നെയാണ്. പവർഫുൾ ആൻഡ് യൂസ്ഫുൾ അനാലിറ്റിക്കൽ അപ്രോച്ച് ടു സൈക്കോളജിക്കൽ, ബിഹേവിയറൽ, ഫിനാൻഷ്യൽ ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് കോമൺ ഫാക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക്
ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടർ നോക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്, ഔട്ട് ഓഫ് ഇതേപോലെ അതർ ഫാക്ടേഴ്സും നമ്മൾ നോക്കുന്നുണ്ട്. ഇതിലെയും വിച്ച് ആർ ദി കോമൺ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ വെൻ എ പേഴ്സൺ, ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഒരു 10 ആൾക്കാരിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു 10 പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി. ആ പേഴ്സൺസിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, all these things are considered. ഈ 10 വേണ്ട, നമ്മളൊരു 50 സാമ്പിൾ എടുക്കാം. ഓക്കെ, 10 എന്ന് പറയുമ്പോൾ വല്ലാതെ കുറഞ്ഞു പോകും. ഒരു 50 സാമ്പിൾ എടുക്കാം. എന്നിട്ട് ഈ 50 സാമ്പിൾ എടുത്തിട്ട് ഹൗ മെനി ഓഫ് ദെം ആർ ഡയബറ്റിക് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 50 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്തു. ഈ 50 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഏജ്, ഹൈറ്റ്, വെയ്റ്റ്, ഇത് മൂന്നും നമ്മൾ മെഷർ ചെയ്തു. ഓക്കെ, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വൺ മോർ ഇൻഫർമേഷൻ ഇസ് ആഡഡ്, ഹൗ മെനി ഓഫ് ദെം ആർ ഡയബറ്റിക്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഡയബറ്റിക്കിനെ മാത്രം നമ്മൾ ഗ്രൂപ്പ് ഔട്ട് ചെയ്യാണ്. സേ 30% ആർ ഡയബറ്റിക്, സോ ഇറ്റ് ഈസ് മോർ ദാൻ 50%. അല്ല, നമ്മുടെ സ്റ്റഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? മോർ ദാൻ 50% ഓഫ് ദ ഗ്രൂപ്പ് ആർ ഡയബറ്റിക്. ഇനി 50%, ദാറ്റ് ഈസ് മോർ ദാൻ 50%, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഈ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡയബറ്റിക് ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ നോക്കണം അവരുടെ കോമൺ ഫാക്ടർ എന്താണ്. ഓവർ വെയ്റ്റ് ആണോ അതിന് റീസൺ? അപ്പോൾ എല്ലാവരും അവരുടെ ഹൈറ്റിനും അല്ലെങ്കിൽ അവരുടെ വെയ്റ്റിനും നമ്മുടെ BMI മെഷർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഫൈൻഡിങ് കിട്ടും. BMIനേക്കാളും ദറ്റ് ഈസ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ഒബിസിറ്റിയിലേക്കൊക്കെ എത്തുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് കണ്ടുവരുന്നത് എന്നുള്ളൊരു സ്റ്റഡി കണ്ടെത്തിയെന്ന് വിചാരിക്കും, എന്നുള്ള ഒരു ഇത് കണ്ടെത്തിയെന്ന് വിചാരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ണിന് അസ്വസ്ഥതകൾ വരുന്നത്, അപ്പോൾ ഇതിന് അത് ഡയബറ്റിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണോ നമ്മുടെ ജോബിനെ റിലേറ്റ് ചെയ്തിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും നമ്മുടെ കൺക്ലൂഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഓരോ വേരിയബിളും കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കോമൺ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ കോമൺ റീസൺ ഫോർ ഡയബറ്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒബീസിറ്റി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതൊരു കോമൺ ഫാക്ടറാണ്. അതേപോലെ ക്യാൻസർ പേഷ്യൻസ് ഒബിസിറ്റി കാരണം തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ആർക്കാണ്? ക്യാൻസർ പേഷ്യൻസിനെ ആണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ഡയബറ്റിക് പേഷ്യൻസിനെ ആണോ ട്രീറ്റ് ചെയ്യേണ്ടത്? അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം റൂട്ട് കോസ് ആയിട്ട് വരുന്ന ഒബിസിറ്റീനെ ആണോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ല, വിച്ച് ഫാക്ടർ വി ഷുഡ് കൺസിഡർ എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കും. ആ കോമൺ ഫാക്ടറിനെ കണ്ടെത്താനാണ് ഫാക്ടർ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കനോണിക്കൽ അനാലിസിസ്. കനോണിക്കൽ അനാലിസിസിൽ വരുന്നത് ബോത്ത് മെഷറബിൾ ആൻഡ് നോൺ മെഷറബിൾ വേരിയബിൾസ് നമുക്കതിൽ വരുന്നുണ്ട്. ഫോർ പ്രഡിക്റ്റിംഗ് എ സെറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഫ്രം their joint covariance with a set of independent variables. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, ജോയിൻറ്റ് covariance with the set of independent variables ഉണ്ട്. So it studies the relationship between two sets of data with several independent and dependent variables. It is a regression analysis of data. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കുറിച്ചും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ കുറിച്ചിട്ടും ഒക്കെ സെപ്പറേറ്റ് സ്റ്റഡി നടത്തുന്നതാണ് റിഗ്രഷൻ അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന കാനോണിക്കൽ അനാലിസിസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് മെഷറബിളും നോൺ മെഷറബിളും ആയിട്ടുള്ള വേരിയബിൾസ് നമുക്കിതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വിൽ സീ ഇനി അതർ മെത്തേഡ്സും നമുക്ക് അവൈലബിൾ ആണ്. റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ഇതൊക്കെ നമ്മൾ കമ്പയറിങ് മെയിൻ ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെ നടത്തുന്ന ഒരു സ്റ്റഡിയാണ്, നമ്മുടെ കോളേജിൽ നിന്ന് മാത്രമല്ല, ഇത് എല്ലായിടത്തും നടത്തുന്ന ഒരു സ്റ്റഡിയാണ്. ഇപ്പോൾ നമ്മളൊരു UG കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ആ ഒരു UG ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ അവരെ എക്സാമിനേഷൻ കഴിയണ സമയത്ത് നമ്മൾ ഒരു അനാലിസിസ് എടുക്കും.
Okay, pass percentage and fail percentage. Second semester. So when they complete their first year, അപ്പോൾ 2 സെമസ്റ്ററിലും കൂടി എത്ര പേരാണ് പാസ് പെർസെൻറ്റേജ് വരുന്നത്. ആൻഡ് അഗെയിൻ വെൻ ദേ ഗോ ഫോർ ദി സെക്കൻഡ് ഇയർ, തേർഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെമസ്റ്റർ. അപ്പോൾ ഈ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 4 സെമ്മിലും പാസ് പെർസെൻറ്റേജ് എത്രയാണ്? Excuse me. And finally, when they go for their third year, അപ്പോൾ തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻ ഇന്ന ബാച്ചിൻ്റെ സ്റ്റഡി ആയിട്ട് നമ്മൾ നടത്തും. ഓക്കെ, സോ ഇന്ന ബാച്ച് അവരുടെ ടോട്ടൽ പാസ് പെർസെൻറ്റേജ് ഇൻ ബികോം ഓർ ഇൻ BA ഓർ ഇൻ BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc മാത്സ് എന്നുള്ള ഓരോ കാറ്റഗറിയിലും ആ കുട്ടി 6 സെമ്മും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ആ ഒരു ബാച്ചിൻ്റെ ടോട്ടൽ പാസ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഹൗ മെനി ഓഫ് ദെം ഹാവ് അറ്റൈൻഡ് റാങ്ക്സ്, ഹൗ മെനി ഓഫ് ദെം ആർ കേപ്പബിൾ. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ കഴിയുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യുന്നതാണ്. ഹൗ മെനി ഓഫ് ദെം ആർ കേപ്പബിൾ ടു കം ഓവർ A+ എന്ന് പറയുന്ന ഒരു ബോർഡറിലേക്ക്, A+ൻ്റെ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ A+ അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ A+ താഴെ പോകാതെ ഇരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് കിട്ടാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തുമോ എന്നുള്ളത് പോലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് whether they are interested in sports, whether they are interested in arts എന്നുള്ളതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് അവരുടേതായ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകൾ വരുമ്പോൾ നമ്മൾ അവരെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ആർ ദി അതർ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മെയിനായിട്ട് പെർസെൻറ്റേജ് മെത്തേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അബൌട്ട് ഇൻഫറൻഷ്യൽ അനാലിസിസ് ആണ്. ഇൻഫറൻഷ്യൽ അനാലിസിസിൽ വരുന്നത് മെയിനായിട്ട് concerned with the testing of hypothesis and significance. It is also related with the estimation of unknown population parameters. നമുക്ക് എണ്ണാൻ പറ്റില്ല, അത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ട്രൂ ടു ആ നോളജ്, സോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തസിസ്. സോ നെക്സ്റ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതുവരെയ്ക്കുമുള്ളതിൽ ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് അനാലിസിസിൽ എന്തെങ്കിലും മക്കൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.